സെയിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വൈകുന്നേര വ്ളോഗാണ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയൊരു ചായ. അടുപ്പിൽ വെള്ളം വെച്ചതിന് ശേഷമാണ് ഓർത്തത് ഇന്ന് എന്താണ് ചായക്ക് കടിക്കാനുള്ളത് എന്ന് ഒരു ഐഡിയ ഇല്ല. അടുക്കളയിലെ ഏതാനും കബോർഡുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തു. ചായക്ക് കടിക്കാനായിട്ട് ബേക്കറി ഒന്നും ഇല്ല. ഒട്ടുമിക്ക സമയങ്ങളിലും ഷോപ്പിലായതുകൊണ്ട് തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള സമയം കുറച്ച് കുറവാണ്. എന്തായാലും ഇന്നത്തെ ചായക്ക് നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അവസാനം നമ്മുടെ ഫ്രിഡ്ജിലും നമ്മളൊന്ന് തപ്പി നോക്കി. കുറച്ച് വെജിറ്റബിൾസും ഒരു കോഴിമുട്ടയാണ് ബാക്കിയുള്ളത്. അപ്പോഴുള്ള പ്രതീക്ഷയും മങ്ങി. ഇനിയിപ്പോൾ തൽക്കാലം ഇത് തന്നെയാണ് ശരണം. ഏകദേശം ഒരു 3 നേന്ത്രപ്പഴം കിടക്കുന്നുണ്ട്. നമുക്കത് തന്നെ ധാരാളമാണല്ലോ. ഇതിനെ ഒന്ന് തൊലി കളഞ്ഞ് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ഇവിടെ എല്ലാവർക്കും നേന്ത്രപ്പഴം ഭയങ്കര ഇഷ്ടാട്ടോ. 10-25 വർഷം സൗദിയിൽ താമസിച്ചതുകൊണ്ട് കുട്ടികൾക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഇഷ്ടം ഇതുവരെ പോയിട്ടില്ല. കാരണം നമുക്കവിടെ നേന്ത്രപ്പഴമൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് റേറ്റ് കൊടുത്തിട്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിരുന്നത്. ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നേന്ത്രപ്പഴം ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണല്ലോ. ഫ്രൈ പാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി നെയ്യ് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. അതിലേക്ക് കട്ടിയോടെ വേണം നമ്മൾ ഈ നേന്ത്രപ്പഴത്തിന് നുറുക്കാൻ വേണ്ടി നുറുക്കി വെച്ചത് നന്നായി പരത്തിയിട്ട് ഇതുപോലെ ഒരല്പസമയം വെയിറ്റ് ചെയ്യാം. മുമ്പൊക്കെ നേന്ത്രപ്പഴത്തിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ട് നന്നായി ഇളക്കിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാലും ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് നേന്ത്രപ്പഴം ഉപയോഗിക്കാറുള്ളത്. ചായ നന്നായിട്ട് തിളച്ച് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി പാൽപ്പൊടി കുറഞ്ഞു എന്നുള്ള പരാതിയൊന്നും പറയണ്ടെന്ന് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച ചായ ഒഴിച്ച് നമ്മൾ കട്ടി കുറഞ്ഞ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. കൂടുതൽ പൊടിയായാൽ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കട്ടി കുറഞ്ഞ ചായയാണ്. ചായ റെഡി ആയതിനൊപ്പം തന്നെ നമ്മുടെ നേന്ത്രപ്പഴം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അടിപൊളിയായിട്ട് പൊരിഞ്ഞ ഈ നേന്ത്രപ്പഴം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തിയെടുത്ത് ഓരോ ചായക്കും ഓരോ നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും കഴിച്ച് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ടേസ്റ്റ് സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വരാന്തയിൽ എത്തിയിട്ടുണ്ട്. വരാന്തയിലൊക്കെ റിലാക്സ് ചെയ്തിരുന്നിട്ട് കുറേ ദിവസമായി. സെയിന് ലാസ്റ്റാണ് എണീറ്റ് പോകുന്നത്. ബെഡൊക്കെ വൃത്തികേടായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ല, ബെഡൊക്കെ നീറ്റാണ്. ഇനി അടുത്ത റൂമിലും കൂടെ ഒന്ന് കയറി നോക്കുന്നത് നിർബന്ധമാണല്ലോ. ഇവിടെയും ബെഡിന് കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത റൂമിലും അതുപോലെ തന്നെ വളരെ ഭംഗിയോടെ തന്നെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ബെഡ്റൂമൊക്കെ ഏത് നേരവും ഇതുപോലെ ഫ്രഷായിട്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഷോപ്പിൽ നിന്ന് ലീവ് എടുത്തത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഷോപ്പിൽ തന്നെയാണ് എന്ന് വെച്ച് വീടിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഡെയിലി രാവിലെ പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും തീർത്ത് റെഡിയാക്കിയിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് പോകാറുള്ളത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇഷ്ടമായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാ പ്രിയമുള്ളവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക.
DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുക. ഗൂഗിൾ പേ വഴി നമുക്ക് ക്യാഷ് അയച്ചു തരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.